ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് ഇന്ന് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് ഈ സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പിന്റെ ഉദ്ദേശം രജിസ്റ്റർ ചെയ്ത മോട്ടോർ തൊഴിലാളികളുടെ, ഉദാഹരണമായിട്ട് ഡ്രൈവർമാര്, അതുപോലെ കണ്ടക്ടേഴ്സ്, ക്ലീനേഴ്സ്, വർക്ക്ഷോപ്പ് ജീവനക്കാര്, ഇവരുടെ എല്ലാ മക്കൾക്ക് LKG മുതൽ ബിരുദാനന്തര ബിരുദം, അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും, അപേക്ഷാ നടപടികൾക്കും, കരിയർ ഗൈഡൻസിനും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. ഇതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. രക്ഷകർത്താവ്, അതായത് വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഒരു അംഗമായിരിക്കണം. സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ രക്ഷിതാവിന്റെ അംഗത്വം നിലവിലുണ്ടായിരിക്കണം. പഠന നിലവാരം, അതായത് വിദ്യാർത്ഥി അംഗീകൃതമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പൂർണ്ണമായിട്ട് ഫുൾ ടൈം കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരിക്കണം. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ക്ലാസ്സിനും കോഴ്സിനും ലഭിക്കേണ്ട മിനിമം മാർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് SSLC +2 തലങ്ങളിൽ A ഗ്രേഡോ അതിന് മുകളിലോ ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കാറുള്ളത്. ധനസഹായത്തിന്റെ നിരക്കുകൾ എന്ന് പറയുന്നത് വിവിധ കോഴ്സുകൾക്കും ക്ലാസ്സുകൾക്കുമുള്ള ധനസഹായത്തിന്റെ നിരക്ക് ബോർഡ് അതാത് കാലങ്ങളിൽ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. SSLC അല്ലെങ്കിൽ +2 ഗ്രേഡിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ക്യാഷ് അവാർഡും ഗ്രാൻഡും ലഭിക്കും. അതുപോലെ പ്രീ പ്രൈമറി മുതൽ ഇപ്പം LKG അല്ലെങ്കിൽ പ്രീ പ്രൈമറി ടു ഉള്ള കുട്ടികൾ, 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു നിശ്ചിത തുക ബോർഡ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്. +2 VHSC ഇവർക്ക് ഉയർന്ന ഒരു തുകയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ ഡിഗ്രി UG കോഴ്സുകൾക്ക് പ്രധാന ഗ്രാൻഡ് അലൗ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് PG കോഴ്സുകൾക്ക് ഏറ്റവും ഉയർന്ന ഗ്രാൻഡും, പ്രൊഫഷണൽ കോഴ്സുകളായ BTech, MBA, MBBS, LLB അല്ലെങ്കിൽ നഴ്സിംഗ്, ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് പ്രത്യേക പരിഗണന ഈ ഒരു സ്കോളർഷിപ്പിലൂടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം നോക്കാം. സ്കോളർഷിപ്പിനായിട്ടുള്ള അപേക്ഷ നടപടികൾ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഓൺലൈൻ വഴി തന്നെയാണ് നടക്കുന്നത്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനാവശ്യമായ രേഖകൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസുമായിട്ട് നിങ്ങൾ ഇൻസൈറ്റ് 360 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക. പ്രധാനമായിട്ട് വേണ്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപേക്ഷയോടൊപ്പം നിർബന്ധമായും നിങ്ങൾ സമർപ്പിക്കേണ്ട രേഖകളാണ് ഞാൻ പറയുന്നത്. രക്ഷകർത്താവിന്റെ ID കാർഡ്, അതായത് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ടിലെ ആ ഒരു ബോർഡിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒരു മെമ്പർഷിപ്പ് ID കാർഡ് നിങ്ങളുടെ രക്ഷകർത്താവിന്, ആരാണോ അപ്ലിക്കന്റ് ആ കുട്ടിയുടെ രക്ഷകർത്താവിന് ഉണ്ടായിരിക്കണം. ദെൻ മാർക്ക് ലിസ്റ്റ്, കഴിഞ്ഞ അക്കാദമിക് വർഷത്തെ മാർക്ക് ലിസ്റ്റിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോടുകൂടി നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. ബോണിഫൈഡ് സർട്ടിഫിക്കറ്റ്, വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്നു എന്ന് തെളിയിക്കുന്ന സ്ഥാപനം മേധാവി ഒപ്പിട്ടിട്ടുള്ള ഒരു ബോണിഫൈഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ കമ്പൽസറി ആയിട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വിദ്യാർത്ഥിയുടെയും അതുപോലെ തന്നെ രക്ഷിതാവിന്റെയും ആധാർ കാർഡിന്റെ കോപ്പി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സമയപരിധി. അപേക്ഷകൾ സ്വീകരിക്കുന്നതിനും രേഖകൾ സമർപ്പിക്കുന്നതിനും കൃത്യമായിട്ടൊരു സമയപരിധി ഉണ്ട്. ഇത് തെറ്റിച്ചാൽ നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് ക്വാളിഫൈഡ് ആയിരിക്കുന്നതല്ല. വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനം സർക്കാർ അംഗീകൃതമായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അക്കാദമിക് വർഷത്തിൽ ഒരു കോഴ്സിന് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. ഇനി സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് November 30, 2025 ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DM-ലോ 360 എന്ന് ടൈപ്പ് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്യാം. ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഇൻസൈറ്റ് 360 ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മെന്ററുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാം.